മീൻകറിയും കപ്പയും അത് നമ്മുടെ മലയാളികൾക്കൊരു വീക്ക്നെസ് തന്നെയാണല്ലേ. ഇതാ കുറേ നാൾ മുമ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കണമ്പ് മീൻ മുളകിട്ട റെസിപ്പി ഒന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഈ മീൻ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാവാമെന്ന് വെച്ചു. അപ്പോൾ മീനൊക്കെ ദാ ഞാൻ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് ദാ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. ഇതാ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഇതാ ഒരു 10-12 ചെറിയുള്ളി ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറുതായിട്ട് മൂത്ത് വരുമ്പം ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ചൂടുവെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. ഈ സമയത്ത് ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇത് അതിനകത്തേക്ക് 1 കപ്പും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളം കൊടുക്കുക. ഇനി ഇതാ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു 4 മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തേക്ക് ദാ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഏത് മീനായാലും കുഴപ്പമില്ല, നമ്മൾക്ക് ദാ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം ദാ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പം നമ്മുടെ അപ്പുറത്തടുപ്പിൽ ഞാൻ കപ്പ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇനി ഇടയ്ക്ക് നമ്മുടെ മീൻകറി ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇനി തവി ഇട്ടിട്ടൊന്നും ഇളക്കരുത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടാനുണ്ട്. ഇതാ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതാ നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.